നമസ്കാരം. പ്രധാന വാർത്തകൾ. വലപ്പാട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ ബൈക്കിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂരിൽ വീണ്ടും മോഷണം. ചായക്കട കുത്തി തുറന്ന പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി കടവല്ലൂർ സ്വദേശിയെ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടി. വാർത്തകൾ വിശദമായി. വലപ്പാട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. നാട്ടിക ബീച്ച് സ്വദേശി ആറുകുറ്റി വീട്ടിൽ 26 വയസ്സുള്ള മിഥുനാണ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പുലർച്ചെ 5:45 വലപ്പാട് കുരിശുപള്ളിക്ക് സമീപമാണ് അപകടം. ബൈക്കിൽ സഹയാത്രികനായിരുന്ന നാട്ടിക പുതിയ വീട്ടിൽ സൗഫനും പരിക്കുണ്ട്. പൊട്ടിച്ച് പടക്കം തെറിച്ചു വീണ് ബൈക്കിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ യുവാവ് മരിച്ചു. ചാലക്കുടി പരിയാരം സ്വദേശി 25 വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത്. ഒരാഴ്ച മുൻപായിരുന്നു അപകടം. ചാലക്കുടി പരിയാരം അങ്ങാടി കപ്പേളയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പരിയാരം സെയിന്റ് ജോർജ് പള്ളിയിലെ അമ്പ് തിരുനാൾ ആഘോഷത്തിനിടയിലാണ് സംഭവം. അമ്പ് കടന്നുവരുന്ന വഴിയിലൂടെ അടുത്തുള്ള കടയിൽ നിന്ന് കോഴിയിറച്ചി വാങ്ങാനെത്തിയതായിരുന്നു ശ്രീകാന്ത്. ഇറച്ചി ഓർഡർ ചെയ്ത ബൈക്കിൽ കാത്തിരിക്കുകയായിരുന്നു. അതിനിടെ പൊട്ടിയ പടക്കം തെറിച്ച ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന് മുകളിൽ വീണ് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ശ്രീകാന്ത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. കൊടുങ്ങല്ലൂരിൽ വീണ്ടും മോഷണം. ചായക്കട കുത്തി തുറന്ന് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. പടാകുളം അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം കാട്ടാക്കുളം പുല്ലാർക്കാട്ട് സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള ചായക്കടയിലാണ് മോഷണം നടന്നത്. ഷട്ടറിലെ താഴ് തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 2000-ഓളം രൂപയും 5000-ഓളം രൂപയുടെ ലോട്ടറി ടിക്കറ്റും കവരുകയായിരുന്നു. ഇന്ന് രാവിലെ 5:30 ചായക്കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കീഴ്ത്തളിയിൽ ഫ്രൂട്ട്സ് കട കുത്തി തുറന്ന് പണം കവർന്നിരുന്നു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി കടവല്ലൂർ സ്വദേശിയെ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ കൊട്ടിലിങ്ങൽ വീട്ടിൽ 26 വയസ്സുള്ള കൂത്തൻ എന്ന അക്ഷയയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ആന്ധ്രയിൽ നിന്നും കഞ്ചാവുമായി യുവാവ് ബസ്സിൽ വരുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് കവറിലായി സൂക്ഷിച്ച 1.8 കിലോ തൂക്കം വരുന്ന കഞ്ചാവ് പ്രതിയിൽ നിന്നും പോലീസ് പിടികൂടി. മേഖലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് പ്രതിയെന്നും സ്കൂളുകൾ, കോളേജുകൾ, ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, യുവാക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ, അനീഷ്, ഷിജിൻ പോൾ, രതീഷ്, ഷെഫീഖ് എന്നിവരും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ചന്ദ്രാപുരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും മെറിറ്റ് ഡേയും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി HM KS ഷീജ, അധ്യാപകരായ TN അജയ്കുമാർ, MA രേഖ, ഓഫീസ് അസിസ്റ്റന്റ് KC ബീന എന്നിവരാണ് ഈ വർഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ ദേവസ്വം പട്ടികജാതി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മെച്ചപ്പെട്ട കുട്ടികളെ നമ്മുടെ സമൂഹത്തിന് നൽകാൻ വേണ്ടി സ്കൂൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം വലിയ രീതിയിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം മാറ്റമുണ്ട്. അപ്പോൾ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്കൂളുകളിൽ ഭൗതിക അന്തരീക്ഷം മാറ്റിയെടുക്കുകയാണ്. ആ ഭൗതിക അന്തരീക്ഷം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് 5000 കോടി രൂപയാണ് ചെലവഴിച്ചത്. നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ഭൗതിക അന്തരീക്ഷമെല്ലാം വളരെ മോശമാണ്. ആ മോശം അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ രക്ഷകർത്താക്കൾ തയ്യാറാകാറ്. എന്നാൽ ഇന്ന് നമ്മൾ പൊതുവിദ്യാഭ്യാസം ഏറെ മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ ഭൗതിക സാഹചര്യത്തിൽ ഘടകമായി. അതിന്റെ ഫലമായിക്കൊണ്ട് നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിലേക്കെല്ലാം നല്ലപോലെ കുട്ടികൾ കടന്നു വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമ്മുടെ ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. പൊതുസമൂഹം മെച്ചപ്പെടുകയാണ്.
PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. 100% ഇവർ എത്രയോ നാൾക്ക് മുമ്പേ പോയ ആളുകളാണ്. ഇപ്പൊ അത് അപ്പുറത്തേക്ക് ഓരോ കുട്ടികളെ ഇൻഡിവിജ്വലായി ഗുണമേന്മയുള്ള എന്ന് നമ്മളൊക്കെ പറയുന്ന വിദ്യാഭ്യാസ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നല്ല ശ്രദ്ധ പതിപ്പിക്കുന്ന വിദ്യാലയമായി ചന്ദ്രാപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ കുട്ടികളെ ശാസ്ത്ര പരീക്ഷണങ്ങളെല്ലാം നടത്തുന്ന സമയത്ത് സംസ്ഥാനത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പലതും ചെയ്യാൻ കഴിഞ്ഞ സ്കൂളാണ് നമ്മുടെ ചന്ദ്രാപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ. മാറി വരുന്ന കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സയൻസ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന നല്ല ശാസ്ത്രബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒക്കെ ഉള്ളതിന്റെ ഒരു ബേസ്മെന്റ് ആയി തീർച്ചയായും ഞാൻ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ കാണുകയാണ്. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, മുൻ മാനേജർമാരായ ഉഷാ ശങ്കരനാരായണൻ, ഡോക്ടർ KC പ്രകാശൻ, ഹയർ സെക്കൻഡറി അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, MPTA പ്രസിഡന്റ് പ്രീതി നിജേഷ്, മുൻ പ്രധാനാധ്യാപകൻ KV ജയരാജൻ, LP വിഭാഗം പ്രധാനാധ്യാപിക അർച്ചന സുനിൽ, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, സ്കൂൾ ലീഡർ PS അവന്തിക, TB സതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്ത സംഗീത സന്ധ്യ അരങ്ങേറി. എടത്തിരുത്തി വെസ്റ്റ് SNVLP സ്കൂളിൽ ഒരുക്കിയ ഹരിതസമേതം പച്ചത്തുരുത്ത് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. ഔഷധ ഗുണങ്ങളുള്ള മരങ്ങൾ, വൃക്ഷങ്ങൾ, സസ്യങ്ങൾ എല്ലാം നട്ടുപിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാതിരി തുളസി മാതിരിയുള്ള ചെടികൾ, അത് വിഷത്തെ ഇല്ലാതാക്കുന്ന പറഞ്ഞു. പാമ്പ് വരില്ല എന്നൊക്കെ പറയുമെങ്കിൽ പാമ്പൊക്കെ വരാറുണ്ട്, തുളസിയൊക്കെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിലും. എന്നാലും വളരെ അങ്ങനത്തെ ഔഷധ സസ്യങ്ങൾ അടക്കമുള്ളവ വെച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റുവാൻ നമ്മുടെ മക്കൾ, കൊച്ചുമക്കൾ വളരെ ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് വന്നു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ടീച്ചർ പറഞ്ഞില്ല, ഇന്ന് മുഴുവൻ കുട്ടികൾ ഒരു മിനിറ്റ് പോലും വിശ്രമിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നൊക്കെ. അവരിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കാൻ ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾ വളരെയേറെ സഹായിക്കും. PTA പ്രസിഡന്റ് ദിനാർ കുട്ടമംഗലം അധ്യക്ഷനായി. പ്രധാനാധ്യാപിക AV വീണ, സ്കൂൾ മാനേജർ കൊല്ലാറ മംഗൾ, MPTA പ്രസിഡന്റ് ഷൈബാനത്ത്, കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് RK ബദറുദ്ദീൻ, OSA പ്രസിഡന്റ് അഫ്സൽ കുറുപ്പം വീട്ടിൽ, OSA സെക്രട്ടറി ദിനേഷ് കൊല്ലാറ, അധ്യാപിക നിമ്മി എന്നിവർ സംസാരിച്ചു. കൂരുംകുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ചോല നക്ഷത്രം ആറാട്ട് മഹോത്സവത്തിന് സമാപനമായി. വൈകിട്ട് നടന്ന പകൽപൂരത്തിന് 3 ഗജവീരന്മാർ അണിനിരന്നു. സന്തോഷ് ഞാറയ്ക്കലിന്റെ പ്രമാണിത്വത്തിൽ മേളവും പകൽപൂരത്തിന് അകമ്പടിയായി.
തുടർന്ന് വെടിക്കെട്ട്, വർണ്ണമഴ എന്നിവയുമുണ്ടായിരുന്നു. രാത്രി കടലിൽ ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമായി. കയ്പമംഗലം മഹാത്മാ ക്ലബ്ബും അഖിൽ ചന്ദ്രൻ സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ AR ഹോസ്പിറ്റലിന്റെയും മലപ്പാട് മണപ്പുറം ഹെൽത്ത് കെയറിന്റെയും സഹകരണത്തോടെയാണ് കയ്പമംഗലം ചിറക്കൽ പള്ളി മദ്രസയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പിൽ 200ഓളം രോഗികളെ പരിശോധിക്കുകയും സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. നേത്ര വിഭാഗം, ദന്തൽ വിഭാഗം, ഓർത്തോ വിഭാഗം, ജനറൽ മെഡിസിൻ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി മേനകത്ത് വീട്ടിൽ ഷാജിയെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാനും സംഘവും അറസ്റ്റ് ചെയ്തത്. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് കയ്പമംഗലം ശാഖയിൽ 11.8 ഗ്രാം തൂക്കം വരുന്ന മുക്കുപണ്ടമായ വള പണയം വെച്ച് 50,000 രൂപയും കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ചളിങ്ങാട് ശാഖയിൽ 24.450 ഗ്രാം തൂക്കം വരുന്ന 3 വളകൾ പണയം വെച്ച് 91,000 രൂപയുമാണ് ഇയാൾ തട്ടിയെടുത്തത്. ബാങ്ക് അധികൃതരുടെ പരാതിയിലാണ് കേസെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. SI ബിജു, വനിതാ GSI നിഷി, GS CPOമാരായ സുനിൽകുമാർ, ജ്യോതിഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 3 ദിവസം നീണ്ടുനിൽക്കുന്ന നാട്ടുപുലിമ നാടൻ കലാപഠന ശില്പശാലയ്ക്ക് കൊടിയേറി. മതിലകം കളരിപ്പറമ്പ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് കൊടിയുയർത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. V മനോജ് പദ്ധതി വിശദീകരണം നടത്തി. മതിലകം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, ഇരിങ്ങാലക്കുട DO ബാബു പ്രസാദ്, നാട്ടുപുലിമ ജനറൽ കൺവീനർ MS ലെനിൻ, രാജൻ നെല്ലായി, PK മോഹനൻ, കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാല സെക്രട്ടറി MS ദിലീപ്, ജാൻസി തുടങ്ങിയവർ സംസാരിച്ചു. കൊടിയേറ്റത്തിന് മുൻപായി പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും ഘോഷയാത്രയും ഉണ്ടായിരുന്നു. അതിരപ്പള്ളിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അതിരപ്പള്ളി പ്ലാന്റേഷൻ ഡിവിഷൻ വെറ്റിലപ്പാറ 10ാം ബ്ലോക്കിലെ കക്കായം ഭാഗത്താണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. രാവിലെ തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ആനയുടെ ജഡം ആദ്യം കണ്ടത്. ഉടൻ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു. പ്രായാധിക്യം മൂലമാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ആന ചെറിയാനിടയായത് എന്നതുൾപ്പെടെ വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച വ്യക്തത വരുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് കാലടി പ്ലാന്റേഷൻ ഡിവിഷനിലും ഒരു ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. അലുമിനിയം ഫാബ്രിക്കേഷൻ വിപണന രംഗത്ത് വിജയകരമായ 2 വർഷം പിന്നിടുകയാണ് യൂണിറ്റി അലുമിനിയം ആൻഡ് അലയൻസ്. മണപ്പുറത്തിന്റെ മണ്ണിൽ നൂതനാശയങ്ങൾ പങ്കുവച്ച് കെട്ടിടങ്ങളുടെ അകത്തും പുറത്തും മോടി പിടിപ്പിക്കുന്നതിനാവശ്യമായ ആധുനിക രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ മിതമായ നിരക്കിൽ വിൽപ്പന നടത്തിവരുന്ന സ്ഥാപനമാണ് യൂണിറ്റി അലൂമിനിയം ആൻഡ് അലൈഡ്സ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് അവരുടെ അഭിരുചിക്ക് അനുസൃതമായ മെറ്റീരിയലുകൾ എത്തിച്ചു കൊടുക്കുക എന്ന കർത്തവ്യമാണ് യൂണിറ്റി ഏറ്റെടുത്തത്. യൂണിറ്റിയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് പെരിഞ്ഞനം പിഞ്ചിക മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ഫാബ്രിക്കേറ്റേഴ്സ് മീറ്റ് പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവർക്ക് സാധാരണക്കാരനായ ചെറുകിട കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരുപക്ഷെ ഇതിനേക്കാളും വില കൊടുത്ത് കൂടുതലായിരിക്കും അവിടെ നിന്ന് വാങ്ങുന്നത്. പക്ഷേ ജനം എന്ന് പറയുന്നത് അത്തരത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇതുകൾ കാണുമ്പോൾ അവിടേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് മറികടക്കുന്നതിന് വേണ്ടി ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ എനിക്ക് തോന്നി ഒറ്റയ്ക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ജെയിംസ് പഴയ പോലെ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ശോഭിച്ചോളുന്നില്ല. ഇപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ കൂടുതൽ സാമ്പത്തികവും അല്ലെങ്കിൽ അതിന്റെ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണമെങ്കിൽ ഒരുപക്ഷെ 1-2 ആള് വിചാരിച്ചാൽ കഴിയുക. നമുക്ക് കൂട്ടമായി ഇതിനെ നേരിടാനും അല്ലെങ്കിൽ തൊഴിൽ മേഖല സംരക്ഷിക്കാനും നമുക്ക് കഴിയണം എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായി ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 11ഓളം പേര് വരുന്ന അല്ലെ ഒരു പാർട്ണർഷിപ്പ് എന്ന രീതിയിൽ ഇവര് ഈ മേഖല കൈകാര്യം ചെയ്യും. അപ്പൊ അതിന്റെ കീഴിൽ ഈ പറഞ്ഞ മാതിരി ആ മേഖലയുമായി ബന്ധപ്പെടുന്ന ഏകദേശം ഇവിടെ വന്നവരിപ്പോൾ ഏകദേശം 19 പേരുണ്ട്. വരാൻ കഴിയാത്ത മറ്റുള്ള ആളുകളും ഉണ്ടാവാം. അപ്പൊ നല്ല രീതിയിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ മേഖല നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ കാരണം അതിന് ആവശ്യമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ ടീം നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. ജെയിംസ് തിയാടി അധ്യക്ഷത വഹിച്ചു. അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന
ഒരു പറ്റ സുഹൃത്തുക്കള് അവർ ഒരുമിച്ച് കൂടി മണപ്പുറത്തിന്റെ മണ്ണില് നമ്മുടെ തീരദേശത്ത് അത്യാവശ്യം തർക്കമില്ലാത്ത അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിൽ ഉപയോഗിക്കുന്ന എല്ലാത്തര മെറ്റീരിയലുകളും എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഒരു സ്ഥാപനം ഉടലെടുക്കുകയായിരുന്നു. ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖല എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സ്വാഗത പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ഉദ്ഘാടകനും വളരെയധികം എടുത്തു പറഞ്ഞൊരു കാര്യം, വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു മേഖലയായിരുന്നു അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖല എന്ന് പറയുന്നത്. എന്നാൽ 90കളുടെ അവസാന ഘട്ടത്തില് ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയ്ക്ക് വിദേശത്തും സ്വദേശത്തുമായി ഒരുപാട് സാധ്യതകൾ കൈവന്നു. ആ സാധ്യതകൾ ഉടലെടുത്തപ്പോൾ അതിനനുബന്ധമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുറത്ത് മാന്യമായിട്ട് പറയാവുന്ന തൊഴിൽ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നു. ടി എ ഷാനവാസ്, സൈഫുദ്ദീൻ, ടി ആർ മനീഷ്, ചീക്കു ജോസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ ബൈക്കിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂരിൽ വീണ്ടും മോഷണം. ചായക്കട കുത്തി തുറന്ന പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി കടവല്ലൂർ സ്വദേശിയെ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.